തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണ്? അന്വേഷണങ്ങൾ നടക്കുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ നനഞ്ഞ പടക്കം പോലെ ഇടയ്ക്കിടെ ഒരു പൊട്ടലും ചീറ്റലുമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറയും. ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിക്കുന്നതിലും ചില കാര്യങ്ങൾ ഇല്ലേ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. കള്ളനെ കുറിച്ച് പരാതി വന്നു. അപ്പോൾ അത് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെയാണ് എങ്കിൽ എന്തു കാര്യം? ഇങ്ങനെയാണ് സുരേഷ് ഗോപി ചോദിച്ചത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച വിവാദത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിച്ചതുപോലെയാണ് അന്വേഷണം. കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെ അന്വേഷണം ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നും സുരേഷ് ഗോപി ചോദിച്ചു. പൂരം വിഷയം അന്വേഷിക്കുന്നതിൽ ADGP MR അജിത് കുമാർ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതേസമയം പൂരം വിഷയത്തിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന തരത്തിൽ പുറത്തു വന്ന വിവരാവകാശ മറുപടി റിപ്പോർട്ട് സത്യമാണോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി K രാജൻ അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ നിന്ന് ADGPയെ മാറ്റണമെന്ന നിലപാടിൽ CPIക്ക് മാറ്റമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ പ്രതികരണവുമായി CPI നേതാവ് VS സുനിൽകുമാറും രംഗത്തുണ്ട്. പൂരം കലക്കിയത് യാദൃച്ഛികമെന്ന് പറയാനാവില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. 4 മാസത്തിന് ശേഷം അന്വേഷണം ഇല്ല എന്ന് മറുപടി ഞെട്ടിക്കുന്നതാണ് എന്നും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്നു കരുതിയുമാണ്. അന്വേഷണമോ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ ആവില്ല എന്നും പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മറുപടിയാണ് ഇത് നൽകിയതെന്നും പൂരം കലക്കിയതിനു പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയാമെന്നും ചീഫ് സെക്രട്ടറിമാർക്കും DGPക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു തരത്തിലുമുള്ള മറുപടി ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും ആർക്കാണ് പങ്ക് ഇതിലുള്ളതെന്ന് അടക്കം പുറത്തു വരണമെന്നും അതേപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ അടക്കം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നും പറയുന്നു. പൂരപ്പറമ്പിൽ MR അജിത് കുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല. 3 IPS ഓഫീസർമാരെ കണ്ടു. പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് പോലീസ് പറഞ്ഞിട്ടില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡോ കളക്ടറോ അല്ലേ പൂരം നിർത്തിവെക്കാൻ പറയുന്നത്? മേളം പകുതി വെച്ച് നിർത്താൻ പറഞ്ഞത് ആരാണ്? വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത്? അതിന് കാരണക്കാരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അറിയണം. ഇങ്ങനെയാണ് സുനിൽകുമാർ പറയുന്നത്. അതേസമയം തൃശൂർ പൂരത്തിനിടയിലെ പോലീസ് നടപടിയെക്കുറിച്ചുള്ള അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. 2-3 മാസത്തിനുള്ളിൽ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ അന്വേഷിക്കാൻ CBI വരണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. ആനയുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങൾക്ക് പിന്നിൽ ഗൂഢ സംഘമുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. സംഭവത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് അട്ടിമറിച്ചോ എന്ന് മറ്റൊരു അന്വേഷണത്തിലെ അറിയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. പൂരം കലക്കിയതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നതായും ദേവസ്വം സെക്രട്ടറി പറയുന്നു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആനയും ആളുകളും തമ്മിലുള്ള അകലം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇതിന് ഉദാഹരണമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.